നമസ്കാരം, V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാൻ പോലീസ് സേന കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി മാഫിയ പ്രായ ലിംഗ ഭേദമില്ലാതെ സമൂഹത്തെ നശിപ്പിക്കുന്നു. സിന്തറ്റിക് ലഹരി മരുന്നുകൾ മനുഷ്യരല്ലാതാക്കുന്നു. സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധന ഞെട്ടിക്കുന്നത്. അധാർമികതയെ ചെറുത്തു തോൽപ്പിക്കാൻ കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി. ക്രിമിനൽ സ്വഭാവം തൊഴിലാക്കിയവരോട് ചങ്ങാത്തം കൂടരുതെന്ന് പോലീസിനോട് ഉപദേശം. രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ 118 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു. വിദ്യാർത്ഥി സമൂഹത്തെ ലഹരിയുടെ ഭീകരവലയത്തിലേക്ക് തള്ളിവിടാതെ നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന മന്ത്രി വി അബ്ദുറഹ്മാൻ. കായിക മേഖല ലഹരിക്കെതിരെയുള്ള മികച്ച പ്രതിരോധ മാർഗം. വരാനിരിക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കാൻ മികച്ച പരിശീലനങ്ങളും അടിസ്ഥാന സൗകര്യവും ഒരുക്കും. ജില്ലയിൽ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയം ഫുട്ബോൾ ഇതിഹാസം IN വിജയന്റെ പേരിൽ സജ്ജം. 25ഓളം കളിക്കളങ്ങൾ നിർമ്മിക്കുമെന്നും പ്രഖ്യാപനം. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് തുറന്നു. മാധ്യമ മികവിന്റെ പ്രതീകങ്ങൾക്ക് പുരസ്കാരം സമ്മാനിച്ച ചാലക്കുടി പ്രസ് ഫോറം. കെയർ കേരള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഓൺലൈൻ ദൃശ്യമാധ്യമ പുരസ്കാരം ശിവപ്രസാദ് പട്ടാമ്പിക്ക മന്ത്രി ഡോക്ടർ R ബിന്ദു സമ്മാനിച്ചു. സമർപ്പിത സാമൂഹിക ബോധം പുതിയ കാലത്ത് മാധ്യമ പ്രവർത്തകർക്ക് ചാലകശക്തിയാകുന്നില്ലെന്ന് മന്ത്രി. വനിതാ പ്രാതിനിധ്യം മാധ്യമരംഗത്ത് വർദ്ധിക്കുന്നതിൽ സന്തോഷം രേഖപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. കൊടും ചൂടിന്റെ വാർത്തയിൽ അത്യന്തം അപകടകരമായ സൂചനകൾ. 2 ജില്ലകളിൽ UV ഇൻഡെക്സ് 11 മുകളിലെത്തി. തൃശൂരിൽ യെല്ലോ അലേർട്ട്. UV ഇൻഡെക്സ് 6. ജില്ലയിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും ഉയർന്ന ചൂടിന് സാധ്യത. തോളൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ വയോജനങ്ങൾക്കും മുന്തിയ പരിഗണന. ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. 8000 രൂപ വില വരുന്ന ഹിയറിംഗ് എയ്ഡ് ലഭിച്ചത് 13 പേർക്ക്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞിന് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നീതി വിധിക്കും ഇനി പുതിയ ഇടത്ത്. കോടതി സമുച്ചയം മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ അതിവേഗം. 162ാം വാർഷിക നിറവിൽ നിലകൊള്ളുന്ന മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികളാണ് മാറ്റി സ്ഥാപിക്കുന്നത്. 68,000 സ്ക്വയർ ഫീറ്റിൽ ഉയരുക 5 നില കെട്ടിടം. ആർക്കിടെക്ചറൽ പ്ലാൻ അന്തിമഘട്ടത്തിൽ. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ പരിസരത്താണ് അത്യന്താധുനിക കെട്ടിടം ഉയരുക. സേവർ ചിറ്റലപ്പള്ളി MLA ബാർ അസോസിയേഷനുമായി ചർച്ച നടത്തി. ലഹരിക്കെതിരെ സന്ധിയില്ല പോരാട്ടവുമായി മിനാലൂർ ഡിവിഷൻ. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണ ക്ലാസും നടന്നു. ഡിവിഷൻ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ കണ്ണികളായി. വികസന സമിതി കൺവീനർ VB പീതാംബരന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പോരാട്ടം. വ്യാജ LSD കേസിൽ കുറ്റാരോപിതയായ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ പഠനോത്സവം വൻ വിവാദത്തിൽ. പൊള്ളുന്ന ചൂടിൽ പിഞ്ചുകുഞ്ഞുങ്ങളെ മണിക്കൂറുകളോളം ഇരുത്തിയതായി ആരോപണം. ഭാരതപ്പുഴയോരത്തെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സർക്കാർ ഉത്തരവ് സ്കൂൾ അധികൃതർ അട്ടിമറിച്ചതായി കുറ്റപ്പെടുത്തൽ. പ്രധാനാധ്യാപകനെതിരെ നടപടി വേണമെന്ന ആവശ്യം. സ്വകാര്യ ബസ് വ്യവസായത്തെ സംസ്ഥാന സർക്കാർ തകർത്ത് തരിപ്പണമാക്കുകയാണെന്ന് BMS. പ്രൈവറ്റ് മേഖലയിൽ സർവീസ് നടത്തിയിരുന്ന 35,000 ബസ്സുകൾ 7,000 കുറഞ്ഞു. ജോലി നഷ്ടപ്പെട്ടത് 100 കണക്കിന് തൊഴിലാളികൾക്ക്. BMSന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘിന പുതിയ ഭാരവാഹികൾ. വിപിൻ മംഗലം പ്രസിഡന്റ്, കെ ഹരീഷ് ജനറൽ സെക്രട്ടറി, NV മോഹനെ ട്രഷററായി തിരഞ്ഞെടുത്തു.
വിശുദ്ധ റമദാനിൽ പുണ്യം പൂക്കും കാരുണ്യവുമായി ശിഹാബ് തങ്ങൾ കാരുണ്യ ട്രസ്റ്റ് നിർധന കുടുംബത്തിന് പശുവിനെയും കിടാവിനെയും നൽകി. ചിറ്റണ്ട പൂങ്ങോട് വള്ളിയിൽ ഹൈദ്രുവിന്റെ മക്കൾക്കാണ് ആനുകൂല്യം കൈമാറിയത്. ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം EP കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ 32കാരൻ ട്രെയിൻ തട്ടി മരണമടഞ്ഞു. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി മിഥുന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കൊണ്ടാഴി കരുവാൻപടിയിൽ ഇരുചക്രവാഹനം മരത്തിലിടിച്ച് യുവാവ് മരണമടഞ്ഞു. മയന്നൂർ സ്വദേശി 19കാരൻ ഗോകുലാണ് മരണമടഞ്ഞത്. വടക്കാഞ്ചേരിയിൽ ട്രെയിനിൽ നിന്നും വീണ് യുവതിക്ക് പരിക്കേറ്റു. കുമ്പളങ്ങാട് സ്വദേശിനി ജയന്തിക്കാണ് പരിക്കേറ്റത്.